നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കാനഡയിൽ തിമിർത്താടി ഗുണ്ടാ സംഘങ്ങൾ സ്ത്രീകളെയും കുട്ടികളെയും ലൈംഗികമായി പീഡിപ്പിക്കുന്നു. ഹെയ്ത്തി തലസ്ഥാനമായ പോർട്ടോ പ്രിൻസിൽ വിമത ഗ്രൂപ്പിന്റെ ആക്രമണം വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ഈ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ സൈനിക വിമാനം അയച്ചതായി പ്രതിരോധ മന്ത്രി അനിത ആനന്ദും വിദേശകാര്യമന്ത്രി മെലാനി ജോളിയും സംയുക്തമായി അറിയിച്ചു. CP-140 അറോറ വിമാനമാണ് അയച്ചിരിക്കുന്നതെന്നും ഇരുവരും വ്യക്തമാക്കി. ഹെയ്ത്തിയുടെ അഭ്യർത്ഥനയെ തുടർന്നാണ് വിമാനം അയക്കുന്നതെന്നും കനേഡിയൻ സർക്കാർ പറഞ്ഞു. പട്രോളിംഗ് വിമാനം നിലവിൽ ഹെയ്ത്തിയിലാണെന്നും നിരീക്ഷണത്തിനും ഇന്റലിജൻസ് ശ്രമങ്ങൾക്കും സഹായിക്കുന്നതിനായി കുറച്ചു ദിവസങ്ങൾ അവിടെ തുടരുമെന്നും ഇരുവരും അറിയിച്ചിട്ടുണ്ട്. കനേഡിയൻ പട്രോളിംഗ് വിമാനം അയക്കുന്നത് ക്രിമിനൽ അക്രമങ്ങൾക്കെതിരെ പോരാടുന്നതിനും സമാധാനപരവും സമൃദ്ധവുമായ ഭാവിക്ക് ആവശ്യമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നതിനുമുള്ള ശ്രമങ്ങളെ ശക്തിപ്പെടുത്തുമെന്ന് പ്രതിരോധ മന്ത്രി അനിത ആനന്ദ് പറഞ്ഞു. പോർട്ടോ പ്രിൻസ് ഹെയ്ത്തിയിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള തലസ്ഥാനമാണ്. ഹെയ്ത്തിയുടെ സാമ്പത്തിക കേന്ദ്രം കൂടിയാണ് ഇത്. പോർട്ടോ പ്രിൻസിൽ വഴി ഹെയ്ത്തിയിൽ നിന്നും ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്നത് കാപ്പി, പഞ്ചസാര എന്നിവയാണ്. കഴിഞ്ഞ വേനൽക്കാലം മുതൽ പോർട്ടോ പ്രിൻസിൽ ആക്രമണം ആരംഭിച്ചിരുന്നു. തുടർന്ന് നൂറുകണക്കിന് ആളുകളെയാണ് തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയതായി റിപ്പോർട്ടുകളുള്ളത്. ആരോഗ്യ സംരക്ഷണം, വെള്ളം തുടങ്ങിയവ ഗുണ്ടാസംഘങ്ങൾ നിയന്ത്രിക്കുകയാണെന്നും സ്ത്രീകളെയും കുട്ടികളെയും ലൈംഗികമായി പോലും പീഡിപ്പിക്കുന്നതായും UN ആരോപിച്ചിട്ടുണ്ട്. ഇതിനിടയിൽ ശക്തമായ കാറ്റ് വീശുന്നതിന്റെ പശ്ചാത്തലത്തിൽ തെക്കു പടിഞ്ഞാറൻ ഒന്റാരിയോയിൽ ജാഗ്രതാ നിർദ്ദേശവുമായി എൻവയോൺമെന്റ് കാനഡ എത്തിയിട്ടുണ്ട്. ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ തെക്ക് പടിഞ്ഞാറൻ കാറ്റ് മണിക്കൂറിൽ 80 കിലോമീറ്റർ വേഗതയിൽ വീശാൻ സാധ്യതയുണ്ടെന്നും ദേശീയ കാലാവസ്ഥാ ഏജൻസി അറിയിച്ചു. ഹാമിൽട്ടൺ, ഡാൻവില്ലെ, കാലിഡോണിയ, ഹാൽഡിമാൻസ്, നയാഗ്ര, ഓക്സ്ഫോർഡ്, സിംകോ, ഡൽഹി, നോർ എന്നീ പ്രദേശങ്ങളിൽ അതിശക്തമായ കാറ്റ് വീശുമെന്നും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും എൻവയോൺമെന്റ് കാനഡ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റിൽ മരങ്ങൾ വൈദ്യുതി ലൈനുകളിലേക്ക് വീഴുന്നത് വൈദ്യുതി തടസ്സത്തിന് കാരണമാകുന്നുവെന്നും ദേശീയ കാലാവസ്ഥാ ഏജൻസി അറിയിച്ചു. കൂടുതൽ വാർത്തകൾക്കായി പ്രവാസി മലയാളി സബ്സ്ക്രൈബ് ചെയ്യൂ.